5 വർഷം LDF-ഉം UDF-ഉം മാറി മാറി ഭരണം നടത്തിയ തൃശൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ ആശാരിക്കടവ് നിവാസികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. ഭൂമിക്ക് പട്ടയം അനുവദിക്കാത്തതിലും റോഡ് വികസനം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരമില്ലാത്തതിനാലുമാണ് ഇവർ വോട്ട് ബഹിഷ്കരണത്തിന് മുതിരുന്നത്. 100-ലേറെ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഒരാളും വോട്ട് ചോദിച്ച് ഇതുവഴി വന്നേക്കരുത്. ഇതൊരു ഭീഷണിയല്ല, ഇന്നാട്ടുകാരുടെ രോദനമാണ്. ഞങ്ങൾക്ക് ഈ റോഡും വെള്ളവും പട്ടയവും വഴിവിളക്കും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യുന്നു? 35 വർഷം വോട്ട് ചെയ്തു. ഞങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും റോഡ് നന്നാക്കാനാണ് തീരുമാനം. ഒരൊറ്റ ആൾ വോട്ടില്ല. ഈ പാണഞ്ചേരിയിലെ 18-ാം വാർഡിലേക്ക് കടന്നു വരുമ്പോൾ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ നീർച്ചാലായ റോഡും വീടുകളുടെ മുറ്റത്ത് ഈ വിധത്തിലുള്ള പ്രതിഷേധ സൂചകവും കാണാം. ഈ പ്രതീകാത്മക സമരത്തിന് പിന്നിൽ 13 വർഷത്തെ പ്രതീക്ഷയുടെ കാത്തിരിപ്പിന്റെ രോഷമുണ്ട്. ജലനിധി പദ്ധതി പ്രകാരം വീടുകൾക്ക് മുന്നിൽ പൈപ്പിട്ട് പോയിട്ട് 13 വർഷങ്ങൾ. ഇതുവരെയും ഒരു തുള്ളി വെള്ളം പോലും ഈ കുന്നിൻ മുകൾ കയറി എത്തിയിട്ടില്ല. കഴിഞ്ഞ 120 ദിവസമായി ഓരോ വീടുകൾക്ക് മുന്നിലും ഇത്തരമൊരു സമരം തുടരുന്നുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇനി ഒരു വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരട്ടെ. ഇത്രയും കാലം ഞങ്ങൾ വോട്ട് ചെയ്തല്ലോ. അപ്പൊ ഇനി 9 മാസം കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരും, ഞങ്ങൾ വോട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം. റോഡിനായി 8 മീറ്റർ വീതിയെടുക്കൽ പൂർത്തിയാക്കിയിട്ടും ഒരു തരി കരിങ്കൽ ചീള് പോലും ഇവിടെ വീണിട്ടില്ല. 6 പതിറ്റാണ്ടുകളായി ഇവിടെ കഴിയുന്നവർക്ക് പട്ടയമില്ല. പാണഞ്ചേരി പഞ്ചായത്തിൽ മാറി മാറി ഭരിച്ച മുന്നണികൾ തങ്ങളെ അവഗണിക്കുന്നുവെന്നാണ് ആരോപണം. അതിനാൽ ഇക്കുറി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് ഇവരുണ്ടാകില്ല. റോഡും വെള്ളവും പട്ടയവും തന്നാൽ വോട്ട് തരാമെന്നാണ് ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളോട് പറയുവാനുള്ളത്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.